vicars of various churches in Bahrain, members from neighboring parish members and children. Good evening to all. We welcome you all to this spectacular event, Sarga Sandhya 2012, organized by St. Paul's Marthama Yuvajana Sakyam. ബഹുമാന്യരെ, ഏവരെയും സർഗസന്ധ്യ 2012 എന്ന കലാസന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. This is an exceptional moment to all the members of St. Paul's Marthama Parish, as we are going to reap what we have sown a couple of months back when Yuvajana Sakyam thought to conduct a program to showcase the talents of the members of our parish. This piece of thought later developed to this spectacular event, Sarga Sandhya 2012. ഏവർക്കും ഒരു കുടക്കീഴിൽ ഒത്തൊരുമിക്കുവാൻ, സ്നേഹം പങ്കിടുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ ഈ മാമാങ്കം സർഗസന്ധ്യ 2012 മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കടലുകളുടെ മുത്തായ ബഹ്റൈനിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നാം സുറിയാനി ക്രിസ്ത്യാനികൾ സെന്റ് പോൾസ് മാർത്തോമ ദേവാലയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന ഏകദേശം 6 വർഷത്തിൻ്റെ ചരിത്രമാണ് പറയുവാനുള്ളത്. Sarga Sandhya 2012 is indeed a festival to the members of St. Paul's. And let us start today's celebration with a prayer song. സർവേശ്വരനായ ദൈവത്തെ നമസ്കരിക്കുവാൻ, കരുണാസാഗരനായ യേശുവിനെ ആരാധിക്കുവാൻ, പൃഥുപുത്ര പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പകരുവാൻ, ഐക്യതയോടെ ഒരു മനമോടെ ഈ ധന്യവേളയിൽ സർഗസന്ധ്യയ്ക്ക് ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭജനിലൂടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. ജയ് ജഗദീശ നമോ, ജയ താരക ദേവ നമോ, പൂജിത വന്ദിത യേശു, ഐക്യത ശക്തി നമോ.
ശരണം ശരണമാനന്ദം പാവന ദേവനമോ യേശു പാവന ദേവനമോ പരിശുദ്ധാത്മവരം താ ഐക്യത ശക്തി നമോ ജയ ജഗദീശ നമോ ശരണം ശരണം ശരണമാനന്ദം പിതൃപുത്രാത്മനമോ ജയ പിതൃപുത്രാത്മനമോ പിതൃപുത്രാത്മവരം താ ശരണം ശരണം ശരണമാനന്ദം പിതൃപുത്രാത്മനമോ ജയ പിതൃപുത്രാത്മനമോ പിതൃപുത്രാത്മവരം താ സർഗസന്ധ്യയ്ക്കിവിടെ ആശിഷമേകിടണേ ജയ ജഗദീശ നമോ ജയ താരക ദേവ നമോ പൂജിത വന്ദിത യേശു ഐക്യത ശക്തി നമോ ജയ ജഗദീശ നമോ AD 52 യേശുക്രിസ്തുവിന്റെ ശിഷ്യഗണത്തിൽ പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന വിശുദ്ധ തോമാസ് ലീഹായാൽ സ്ഥാപിതമായതാണ് മലങ്കര സഭ. മലങ്കരയിൽ സ്ഥാപിതമായ സഭയുടെ പിന്തുടർച്ചാവകാശികളാണ് ഇന്നത്തെ മാർത്തോമാ സഭയും വിശ്വാസികളും. കാലാന്തരത്തിൽ പലവിധ മലിനതകൾ സഭയിൽ കടന്നുകൂടുകയും പ്രേക്ഷിത വേലയിൽ ഒരു നവീകരണത്തിന്റെ ആവശ്യകത ഉടലെടുക്കുകയും അതിന് ധീരമായ നേതൃത്വം നൽകിയവരിൽ പ്രമുഖ സ്ഥാനം വഹിച്ചത് കോട്ടയം കൈതയിൽ ഗീവർഗീസ് മൽപ്പാനും മാരാമൺ പാലംകുന്നത്ത് അബ്രഹാം മൽപ്പാനും ആയിരുന്നു. ഈ നവീകരണത്തിന്റെ പാതയിലൂടെ സഭ ഇന്ന് 175 വർഷം പിന്നിടുന്നു. ഈ മാർഗദർശികളുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് മാർത്തോമാ സഭ പടർന്നു പന്തലിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ക്രിസ്തുവിന്റെ സാക്ഷികളായി നിലനിൽക്കുന്നു. സഭയുടെ വലിയ മെത്രാപ്പൊലീത്തയായി ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം, ഇന്ന് മാർത്തോമാ സഭയെ നയിക്കുന്ന ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത, റൈറ്റ് റവറൻഡ് ഡോക്ടർ സക്രിയാസ് മാർ തിയോഫിലോസ് സഫർഗൻ മെത്രാപ്പൊലീത്ത, റൈറ്റ് റവറൻഡ് ഗീവർഗീസ് മാർ അത്തനേഷ്യസ്, റൈറ്റ് റവറൻഡ് ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ്, റൈറ്റ് റവറൻഡ് ഡോക്ടർ യോയാക്കീം മാർ കൂർലോസ്, റൈറ്റ് റവറൻഡ് ജോസഫ് മാർ ബർന്നബാസ്, റൈറ്റ് റവറൻഡ് തോമസ് മാർ തീമത്യൂസ്, റൈറ്റ് റവറൻഡ് ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ്, റൈറ്റ് റവറൻഡ് ഡോക്ടർ എബ്രഹാം മാർ പൗലോസ്, റൈറ്റ് റവറൻഡ് ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ്, റൈറ്റ് റവറൻഡ് ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ്, റൈറ്റ് റവറൻഡ് ഡോക്ടർ തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാർ സഭയിൽ സ്തുത്യർഹ്യമായ സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഈ ആഗോള മർത്തോമാ സഭയുടെ ഭാഗമായി 999 ഇടവകയായി ബഹ്റിൻ സെന്റ് പോൾസ് മർത്തോമാ പാരിഷ് ആരംഭിച്ചു. തുടക്കം മുതൽ
റവറൻ NI മത്തായി, റവറൻ ജോർജ് വർഗീസ്, റവറൻ PT ചെറിയാൻ, റവറൻ MC ജോഷുവ എന്നീ അച്ഛന്മാരും ഇപ്പോൾ റവറൻ തോമസ് മാത്യു അച്ഛനും കുടുംബമായി ഈ ഇടവകയിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഈ ഇടവകയുടെ തുടക്കം മുതൽ തന്നെ സെന്റ് പോൾസ് മാർത്തോമാ യുവജന സഖ്യം ആരംഭിക്കുകയുണ്ടായി. ഇന്ന് അതിന്റെ 6ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ അസുലഭ നിമിഷത്തിൽ സഖ്യത്തിന്റെ പ്രവർത്തന പരിപാടികളുടെ ഭാഗമായി ഇടവകയിലെ എല്ലാവർക്കും ഒത്തുചേരാനുള്ള ഒരു അവസരമായി, ഒരു കൂട്ടായ്മയായി സഖ്യം ഒരുക്കിയിരിക്കുകയാണ്. ആയതിലേക്ക് ഏവരെയും സസന്തോഷം സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യട്ടെ. സർഗസന്ധ്യ 2012. സർഗസന്ധ്യ 2012. This presentation was compiled by Mr. Jose G, Mr. James Baby, and Mr. Kapil Renji. I thank all the three for this amazing work. St. Paul's Marthoma Parish is always keen to respect and honor everybody, irrespective of religion or creed. To grace and add colors to our festival, we have amidst us famous personalities of Bahrain Malayali society. May I request Vice President and General Convener of Marthoma Yuvajana Sakyam, Mr. Sudhin Abraham, to invite our chief guest, Mr. Abraham John, Indian School Chairman, President Reverend Thomas Matthew, vicars of various churches in Bahrain, onto the dais to occupy their respective seats. അടുത്തതായി വേൾഡ് മലയാളി കൗൺസിൽ ചെയർമാൻ മിസ്റ്റർ സോമൻ ബേബി, ICRF ചെയർമാൻ മിസ്റ്റർ ജോൺ ഐപ്പ്, റേഡിയോ വോയിസ് ചെയർമാൻ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ എന്നിവരെ സ്റ്റേജിലേക്ക് ആനയിക്കുവാൻ ജനറൽ കൺവീനറിൽ ഒരാളായ മിസ്റ്റർ ബെൻസി കെ സാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. I also request Mr. Rojan to invite Mr. Matthew Baby, St. Paul's Parish Secretary, and Mr. Zachariah Komat, Senior Member and Founder Vice President of St. Paul's Parish, onto the dais. Request Mr. Rojan to escort. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി ബഹുമാനപ്പെട്ട CSI ഇടവകയുടെ വികാരി റവറൻ KG ഷാമുവൽ അച്ഛനെ ക്ഷണിക്കും. നമുക്ക് തലകളെ ഉണക്കി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, We are indeed honored and proud to have all these personalities amidst us. To do the honor of welcoming the guest, may I invite Sakyam Vice President and General Convener Mr. Sudhin Abraham to address the welcome speech. ബഹുമാനപ്പെട്ട സെന്റ് പോൾസ് മാർത്തോമ ഇടവക വികാരി റവറൻ തോമസ് മാത്യു, റവറൻ ഫാദർ തോമസ് നടിപാലിക്കൽ, ബഹ്റൈൻ മാർത്തോമ പാരിഷ് വികാരി റവറൻ റഞ്ജി വർഗീസ്, ബഹ്റൈൻ മലയാളി CSI പാരിഷ് വികാരി റവറൻ KJ സാമുവൽ, സെന്റ് ഗ്രിഗോറിയോസ് ജ്ഞാനായ ഇടവക വികാരി റവറൻ മോനായ് ഫിലിപ്പ്, Indian School Chairman Mr. Abraham John, World Malayali Council GOBA Chairman and DT Managing Editor Mr. Soman Baby, ICRF Chairman Mr. John Ipe, Radio Voice Chairman Mr. Unnikrishnan, Idavaga Secretary Mr. Matthew Baby, ഇടവകയുടെ മുതിർന്ന നേതാവും ഇടവകയുടെ സ്ഥാപക വൈസ് പ്രസിഡന്റുമായ ശ്രീ സക്രിയ കോമാട്ട്, യുവജന സഖ്യത്തിൻ്റെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി മിസ്റ്റർ റോജൻ എബ്രഹാം, എൻ്റെ കൂടെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന മിസ്റ്റർ ബെൻസി കെ സാം, KCCയുടെ ജനറൽ സെക്രട്ടറി, മറ്റ് വിശിഷ്ട അതിഥികളെ, സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. AD 52 വിശുദ്ധ മാർത്തോമാ സ്ലീഹായാൽ സ്ഥാപിതമായ മലങ്കര മാർത്തോമാ സുറിയാനി സഭ ഇന്ന് വളർന്ന് പന്തലിച്ച് ലോകം എമ്പാടും വിശ്വാസികളുള്ള ഒരു മഹാസഭയായി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആ സഭയുടെ ഒരിടവകയായി
ബഹറിൻ സെന്റ് പോൾസ് മാർത്തോമ പാരിഷ് ഈ ദ്വീപിൽ അതിൻ്റെ 6 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇടവക രൂപീകരണത്തിന് നേതൃത്വം നൽകിയവർ, സ്വന്തമായ ഒരു ആസ്ഥാനം കെട്ടിപ്പടുക്കുവാൻ വേണ്ട കൈത്താലങ്ങൾ നൽകിയവർ, ഇടവകയുടെ തുടക്കം മുതൽ തന്നെ നമ്മൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ, മറ്റ് ചുമതലക്കാർ, ഇങ്ങനെയുള്ളവരെയൊക്കെ ഈ സമയത്ത് നന്ദിയോടെ സ്മരിച്ചു കൊള്ളട്ടെ. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കട്ടെ. ഈ ഇടവകയുടെ ആരംഭം മുതൽ തന്നെ മാർത്തോമാ സഭയുടെ മാർത്തോമാ യുവജന സഖ്യത്തിൻ്റെ ലക്ഷ്യമായ ആരാധന, പഠനം, സാക്ഷ്യം, സേവനം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി ബഹ്റൈൻ സെന്റ് പോൾസ് മാർത്തോമാ ഇടവകയിലും യുവജന സഖ്യം പ്രവർത്തിച്ചു വരുന്നു. കാലോചിതമായിട്ടുള്ള ഇടപെടലുകളിലൂടെ യുവജന സഖ്യം അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ വർഷം ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛൻ്റെ നേതൃത്വത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു ഇയർ പ്ലാൻ ഉണ്ടാക്കി ചിട്ടയായുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ വർഷം ഞങ്ങൾ ആഗ്രഹിക്കുകയുണ്ടായി. അതനുസരിച്ച് ഞങ്ങൾ ചില ഒരുക്കങ്ങളും നടത്തുകയുണ്ടായി. ആ ഒരുക്കങ്ങളുടെ ഭാഗമായി അന്ന് ചിന്തയിൽ വന്ന ഒരു ചെറിയ ഒരു പ്രോഗ്രാമായിരുന്നു ടാലൻറ്റ് നൈറ്റ് എന്നുള്ള ഒരു പ്രോഗ്രാം. പക്ഷേ മുൻപോട്ട് പോകും തോറും, മാസങ്ങൾ കടന്നു പോകും തോറും കൂടുതൽ ഇടവക ജനങ്ങളെ, കുറച്ച് ഇടവക ജനങ്ങൾ മാത്രമുള്ള ഇടവകയിൽ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഒരു ആഘോഷ കമ്മിറ്റി രൂപീകരിക്കാൻ സാധിക്കുകയും ആ ടാലൻറ്റ് നൈറ്റ് എന്നുള്ള പ്രോഗ്രാം സർഗസന്ധ്യ 2012 എന്ന പേരിൽ രൂപാന്തരപ്പെടുകയും ഏകദേശം 70 പേര് ഉൾക്കൊള്ളുന്ന ഒരു ആഘോഷ കമ്മിറ്റി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഈ പരിപാടി യാഥാർത്ഥ്യമാക്കി തീർക്കുവാനായി സാധിച്ചു. ഈ ഇടവകയിലെയും സമീപ ഇടവകയിലെയും സുഹൃത്തുക്കളും സ്നേഹിതരുമായി ഇവിടെ ഈ യോഗത്തിന് വന്നു ചേർന്ന നിങ്ങളേവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. നന്ദി മിസ്റ്റർ സുധിൻ. സെന്റ് പോൾസ് മാർത്തോമ പാരിഷ് ഇടവ വികാരിയും യുവജന സഖ്യ പ്രസിഡന്റും സഖ്യത്തിന് ധീരമായ നേതൃത്വം നൽകി വരുന്ന റവറൻ തോമസ് മാത്യു അച്ഛനെ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. വേദിയിൽ ഉപേക്ഷിച്ചായിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരെ, മറ്റ് വിശിഷ്ട അതിഥികളെ, ഈ മീറ്റിങ്ങിൽ സന്നിഹിതരായിരിക്കുന്ന കർത്താവിൽ പ്രിയരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. അനുഗ്രഹീതമായ സായം സന്ധ്യയിൽ സെന്റ് പോൾസ് മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഈ സർഗസന്ധ്യ പരിപാടിയിൽ നമുക്കൊരുമിച്ച് പങ്കുചേരുവാൻ ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സെന്റ് പോൾസ് മാർത്തോമ യുവജന സഖ്യം 2011-2012 വർഷത്തെ സംക്ഷിപ്ത റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊള്ളുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരുമായും ഇരിപ്പിൻ. കൊലോസിയർ 3:15. ബഹ്റൈൻ്റെ ആത്മീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകളുമായി സെന്റ് പോൾസ് മാർത്തോമ യുവജന സഖ്യം അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഇടവകയിലെ സമസ്ത ജനങ്ങളുടെയും സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്ന സർഗസന്ധ്യ 2012 എന്ന കലാവിരുന്നിലൂടെ സഖ്യം അതിൻ്റെ ചലനാത്മകത കൂടുതൽ ആഴങ്ങളിലേക്ക് എത്തിക്കുകയാണ്. May all human beings live in harmony with nature and other forms of life. May the truth prevail. May the darkness of ignorance be swept away by the dawn of self-realization. As a symbol of inauguration of the Sarga Sandhya 2012, our honorable chief guest will light the lamp. May I request Mr. Abraham John, Indian School Chairman, to declare this festival inaugurated by lighting the lamp. ഈ അവസരത്തിൽ എല്ലാ യുവജന സഖ്യത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങളും ഈവന്റ് കോർഡിനേറ്റേഴ്സിനെയും കൺവീനേഴ്സിനെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
All are requested to pose for a photograph to preserve this auspicious moment in the history of St. Paul's Marthoma Parish. സർഗീയ സന്ധ്യ 2012 യോഗത്തിൻ്റെ അധ്യക്ഷനും സെൻറ്റ് പോൾസ് മാർത്തോമ പാരിഷ് വികാരിയും ആയ ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛൻ, വൈദിക ശ്രേഷ്ഠരെ, ആദരണീയരായ സാമൂഹ്യ പ്രവർത്തകരെ, ക്ഷണിക്കപ്പെട്ട അതിഥികളെ, സെൻറ്റ് പോൾസ് മാർത്തോമ സഭാവിശ്വാസികളെ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്കേവർക്കും ഈ സ്വർഗീയ അനുഭൂതിയിൽ ഒരു സർഗസംഗമം, സർഗസന്ധ്യ നടത്തുന്ന ഈ അവസരത്തിൽ ഏവരെയും ഇന്ത്യൻ സ്കൂളിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഓരോരുടെ പേരിൽ ഉള്ള ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം ഈ സർഗസന്ധ്യ 2012 ഉദ്ഘാടനം ചെയ്തതായിട്ട്, ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു, സന്തോഷത്തോടെ. May I now call upon the founder secretary of St. Paul's Marthoma Parish, who is currently serving as the parish secretary for the second term, to deliver his thoughts and to propose his felicitation. Mr. Matthew Baby, sir, please. ബഹുമാന്യരായ അച്ഛന്മാർ, വിശിഷ്ട അതിഥികളെ, വേദിയിലും സദസ്സിലുമായിട്ടുള്ള എല്ലാ വിശിഷ്ട അതിഥികളുമേ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഇത്തരത്തിൽ ഒരു കലാമേള, സർഗസന്ധ്യ സംഘടിപ്പിക്കുവാൻ ഞങ്ങളുടെ യുവജന സഖ്യം വളരെയധികം പ്രയത്നിച്ചു. ഇത്തരത്തിൽ ഒരു വലിയ ആഘോഷമാക്കി തീർക്കുവാൻ വളരെയധികം പ്രയത്നിച്ച അവരെയെല്ലാം ഇടവക സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമുക്കൊന്നിച്ച് മുന്നോട്ട് യാത്ര ചെയ്യാം. അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിൻ്റെ അവകാശികളായി ഈ ദേശത്ത് മാർത്തോമാ സഭയുടെ 2ാമത്തെ ഇടവകയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അടുത്തതായി ഇടവകയിലെ മുതിർന്ന അംഗങ്ങളിൽ ഒരാളും ദേവാലയത്തിൻ്റെ സ്ഥാപക വൈസ് പ്രസിഡന്റും മുൻ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട സക്രിയ കോമാട്ട് അവറുകളെ ആശംസാ പ്രസംഗത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരായ അച്ഛന്മാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, യുവജനസഖ്യം ഭാരവാഹികൾ, ഇടവക സെക്രട്ടറി, സദസ്സിലിരിക്കുന്ന ഇടവക ജനങ്ങൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ ആദരവുകൾ. സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേർന്ന് എസ്രായേയും നെഹമ്യാവിനെയും പോലെ പുരോഹിതരും ഇടവക ജനങ്ങളും ഒത്തൊരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ടതാകുന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെ സൗരഭ്യം നമ്മളിൽ വസിക്കും. അങ്ങനെയുള്ള ഒത്തൊരുമയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇതുപോലെയുള്ള കൂട്ടായ്മകൾ, ഇതുപോലെയുള്ള സർഗസന്ധികൾ നമ്മളെ സഹായിക്കട്ടെ, നമ്മെ സജ്ജരാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിലൂടെ സ്നേഹത്തിൻ്റെ വിട്ടുപോയ കണ്ണികൾ വിളങ്ങിച്ചേരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിൻ്റെ സർവ്വതോന്മുഖമായ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച യുവജന സഖ്യാംഗങ്ങൾക്കും ഇടവക പ്രവർത്തകർക്കും അവർക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനും കൺവീനേഴ്സിനും മറ്റ് എല്ലാ ഭാരവാഹികൾക്കും ഞാൻ എൻ്റെ അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. ഞാൻ വിരമിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കെൻ്റെ അഭിവാദനം. കലയുടെ ദീപ്തസ്വരങ്ങൾ പ്രേക്ഷക സമൂഹത്തിന് നയനാനന്ദകരവും ശ്രുതിമധുരവുമായ നിമിഷങ്ങൾ ഒരുക്കുന്ന ഈ കലാസന്ധിയെ ഒരു മുഹൂർത്തമാക്കി മാറ്റുവാൻ നാം പ്രസിദ്ധീകരിക്കുന്ന സ്മരണികയുടെ പ്രകാശന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ആയതിനായി റേഡിയോ വോയിസ് ചെയർമാൻ മിസ്റ്റർ ഉണ്ണികൃഷ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സ്മരണിക ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട CSA ഇടവകയുടെ വികാരി റവറൻ ഫാദർ KG ഷാമുവേൽ അച്ഛനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
കലാസന്ധ്യ ഒരു വൻ വിജയമാക്കുവാൻ സഹകരിച്ച ഏവരോടും നന്ദി പ്രകാശിക്കുന്നു. ഇതിനായി ജനറൽ കൺവീനർ ഒരാളും യുവജന സഖ്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുമായ ശ്രീ ബെൻസി കെ സാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സെന്റ് പോൾസ് മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ കലാവിരുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, വിശിഷ്ട അതിഥികളെ, ഇടവക ജനങ്ങളെ, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. യുവജന സഖ്യത്തിലെയും ഇടവകയിലെ മറ്റ് സംഘടനകളിലെയും പ്രിയപ്പെട്ടവരുടെ കലാവാസനകൾ സർഗസന്ധ്യ 2012 എന്ന പരിപാടിയിലൂടെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യുവജന സഖ്യം ഇങ്ങനെയൊരു കലാവിരുന്ന് ഒരുക്കിയത്. ഇന്ന് ഈ സർഗസന്ധ്യയിൽ പങ്കെടുക്കുന്ന ഇടവക ജനങ്ങൾ, ക്രൈസ്തവ സമിതി അംഗങ്ങൾ, സഹോദരി സഭകളിലെ വിശ്വാസി സമൂഹം, മറ്റു പ്രിയപ്പെട്ടവർ എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.
ചിങ്ങപ്പൂവിളി കേട്ടുണരും പുന്നെല്ലിൻ പാടത്തിലൂടെ മാവേലി മന്നന്റെ മാണിക്യത്തേരുവരും മാനസപ്പൂക്കളങ്ങൾ പാടും പാടും. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരകേളി സദനമാമെൻ കേരളം. നീരകമാലകളാൽ പൂവിടും മാനം കണ്ടു നീളാനദീ ഹൃദയം പാടും തോണിപ്പാട്ടലിയുന്ന കാറ്റത്ത് തുള്ളുവോളം കൈകൊട്ടി പാട്ടുകൾ മേളം മേളം. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരകേളി സദനമാമെൻ കേരളം. കേരളം കേരളം കേരളം. Thank you, Mr. James Baby and the choir, for such a wonderful and nostalgic song. I especially thank Mr. Kapil Renji to spare his valuable time to help the choir put up a good show. Dance is an art form that generally refers to movement of the body, usually rhythmic and to music, used as a form of expression, social interaction, or presented in a spiritual or performance setting. One of our beloved daughter comes with this art form. Ladies and gentlemen, Merin Moni of St. Paul's Marthoma Parish is here with one of this art form, Kathak. मलती गुंधाए केश प्यार घुगवारे मलती गुंधाए केश प्यार घुगवारे मुख दामिनी चिदम खत छल मतवारी छल मतवारी चल मतवारी. ढाई शाम रोक लई रोक लई रोक लई ढाई शाम रोक लई और चक मुख चूम लई मुख चूम लई मुख चूम लई सर से मोरी चुनरी गई 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 सर से मोरी चुनरी गई सरक 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 सरक. काहे छेड़ छेड़ मोहे गरवाला गाए काहे छेड़ छेड़ मोहे गरवाला गाए काहे
मटकी लई जात रही डगर बीच आहट सुन आहट सुन आहट सुन जियरा गयो धड़क 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 काहे छेड़ 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 मोहे कर पकड़त चूड़िया सब करके 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 कर पकड़त चूड़िया सब करके 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 जिंदा शाम मन तनाई जिंदा शाम मन तनाई कासे कहूँ मैं अपने चेहरा के सुनत नाही माई काहे छेड़ छेड़ मोहे Thank you, Marin. That was indeed an amazing performance. Next, we are going to experience an amazing solo performance by Bensi K. Sam, one of the general conveners. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാവാർത്തിരുന്നു രാജപാലകർ ദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകാരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേതലേൻ തന്നിൽ വന്നു തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേതലേൻ തന്നിൽ വന്നു രാജാതിരാജന്റെ പൊൻതിരുമേനി രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ
മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വെച്ചു വണങ്ങി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാവാതിരുന്നോ രജപാലകർ ദേവനാഥം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ, താരകാരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. ബഹ്റിൻ സെന്റ് പോൾസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ഈ സംരംഭത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, മുങ്ങാപ്പിള്ളാര് മുങ്ങിയെടുത്തു, തട്ടാപ്പിള്ളാര് തട്ടിയെടുത്തു. ഈ 4 വരി കവിത പണ്ടായതുകൊണ്ട് കവിതയായി, 30 കോടി ചാനലുകളായി, അതിനേറെ അനേകം മടങ്ങ് ന്യൂസ് ഷോകളുള്ള ഇക്കാലത്തായിരുന്നുവെങ്കിൽ ഇത് എന്തായേനെ? കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ന്യൂസ് റൂമുകളെ തത്സമയ ചർച്ചകൾ കൊണ്ട് സജീവമാക്കിയനെ. കേരളം മുൻമനയിൽ നിന്നേനെ. ജനങ്ങൾ ന്യൂസ് ചാനലുകൾക്ക് മുന്നിൽ ഉദ്വേഗപൂർവ്വം കാത്തിരുന്നേനെ. അപ്പോൾ തണുത്ത ന്യൂസ് റൂമിലെ ന്യൂസ് ഡെസ്കിൽ ചരിഞ്ഞുകിടന്നു വാർത്ത അവതരിപ്പിക്കുന്ന ന്യൂസേഷ് കുമാർ ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്ത ഇങ്ങനെ തുടങ്ങിയേനെ. നമസ്കാരം. പ്രധാന വാർത്തകൾ. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു. കടലിൽ വീണ നെയ്യപ്പം മുക്കുവ പിള്ളേര് മുങ്ങിയെടുത്തു, തട്ടാ പിള്ളേര് അത് തട്ടിയെടുത്തു. വാർത്തകൾ വിശദമായി. അയ്യപ്പന്റെ അമ്മ ചുട്ട നെയ്യപ്പം ഒരു കാക്ക കൊത്തി കടലിലിട്ടു. പിന്നീടത് മുക്കുവ പിള്ളേര് മുങ്ങിയെടുത്ത്, തുടർന്ന് തട്ടാ പിള്ളേര് അത് തട്ടിയെടുത്തു. സംഭവത്തിന്റെ വിശദാംശങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി കരിഷ്മ ലൈനിലുണ്ട്. ഹലോ കരിഷ്മ, കേൾക്കാമോ? ഹലോ 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 കരിഷ്മ, കേൾക്കാമോ? ഹലോ 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 കരിഷ്മ, കേൾക്കാമോ? ന്യൂസേഷ് പറഞ്ഞോളൂ, ഇപ്പോൾ കേൾക്കാം. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, മുങ്ങാ പിള്ളേര് അത് മുങ്ങിയെടുത്തു, തട്ടാ പിള്ളേര് തട്ടിയെടുത്തു. എന്താണ് അവിടെ നടക്കുന്നത് കരിഷ്മ? ന്യൂസേഷ്, അയ്യപ്പൻ എന്നൊരാളുടെ അമ്മ ഇന്ന് നെയ്യപ്പം ചുടുകയുണ്ടായി. നെയ്യപ്പം ചുട്ട ശേഷം ഒരു കാക്ക ആ നെയ്യപ്പം കൊത്തിക്കൊണ്ടുപോയി കടലിലിടുകയായിരുന്നു. തുടർന്ന് ആ നെയ്യപ്പം മുക്കുവപ്പിള്ളേർ മുങ്ങിയെടുക്കുമ്പോൾ തട്ടാപ്പിള്ളേർ അത് തട്ടിയെടുക്കുകയായിരുന്നു. ന്യൂസേഷ്, ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണ്? നെയ്യപ്പം ഇപ്പോൾ ആരുടെ കയ്യിലാണ്? അയ്യപ്പൻ അവിടെയുണ്ടോ? അയ്യപ്പന്റെ അമ്മയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടോ? ഒരു ലാത്തി ചാർജിന് സാധ്യതയുണ്ടോ? ആരൊക്കെയാണ് ഇപ്പോൾ സ്ഥലത്തുള്ളത് കരിഷ്മ? ന്യൂസേഷ്, ഞാനിപ്പോൾ കടൽക്കരയിലാണ് നിൽക്കുന്നത്. തീരത്ത് വിശ്രമിക്കാൻ എത്തിയ സഞ്ചാരികളെ മാത്രമേ ഇവിടെ കാണാനുള്ളൂ. സത്യത്തിൽ ഇത്ര ഭയങ്കരമായ സംഭവം നടന്ന ഒരു കടൽക്കരയാണോ ഇതെന്ന് സംശയം തോന്നിപ്പോകും വിധം ശാന്തമാണ് ഇവിടം. പോലീസുകാരൊന്നും സ്ഥലത്തെത്തിയിട്ടില്ല. ഇന്ന് രാവിലെയാണ് അയ്യപ്പൻ എന്നയാളിൻ്റെ അമ്മ ചുട്ട നെയ്യപ്പം കാക്ക കൊത്തി കടലിലിട്ട നെയ്യപ്പം മുങ്ങിയെടുത്ത മുക്കപ്പിള്ളേരുടെ കയ്യിൽ നിന്ന് തട്ടാപ്പിള്ളേര് അത് തട്ടിയെടുക്കുകയായിരുന്നു. ന്യൂസേഷ്, കരിഷ്മ, അവിടെ കടൽ പ്രക്ഷുബ്ധമാണോ? നെയ്യപ്പത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ കാണാനുണ്ടോ? അതുപോലെ തന്നെ അയ്യപ്പന്റെ അമ്മ ആർക്കു വേണ്ടിയാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കിയത്? അതുപോലെ തന്നെ നെയ്യപ്പം കാക്ക കൊത്തിയതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ കരിഷ്മ? ന്യൂസേഷ്, നെയ്യപ്പം കാക്ക കൊത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ഇത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും അയ്യപ്പൻ്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആർക്കു വേണ്ടിയാണ് നെയ്യപ്പം ഉണ്ടാക്കിയതെന്ന കാര്യത്തിലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കടൽ പൊതുവെ ശാന്തമാണ്.
നെയ്യപ്പത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും കാണാനില്ല ന്യൂസേഴ്സ്. നന്ദി കരിഷ്മ. കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും ബന്ധപ്പെടാം. അയ്യപ്പൻ എന്നയാളുടെ അമ്മ ഇന്ന് ചുട്ട ഒരു നെയ്യപ്പം കാക്ക കൊത്തി കടലിടുകയായിരുന്നു. കടലിൽ നിന്നും അത് മുക്കുവ പിള്ളേർ മുങ്ങിയെടുത്തെങ്കിലും തട്ടാപ്പിള്ളേർ അത് തട്ടിയെടുക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ. ഇപ്പോൾ അയ്യപ്പന്റെ അയൽവാസിയായ കുട്ടപ്പൻ നമ്മോടൊപ്പം ലൈനിലുണ്ട്. ശ്രീ കുട്ടപ്പൻ കേൾക്കുന്നുണ്ടോ? കുട്ടപ്പൻ കേൾക്കുന്നുണ്ടോ? കുട്ടപ്പൻ കേൾക്കുന്നുണ്ടോ? ഇപ്പോ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. എനിക്ക് മാർബിളിന്റെ പണിയാണേ. രാവിലെ പണിക്ക് പോയിട്ട് വന്നപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. കവലയിലെ ആളുകൾ പറഞ്ഞത് കേട്ടത് എനിക്കറിയത്തുള്ളൂ. അയ്യപ്പന്റെ അമ്മായി ഉണ്ടാക്കിയ നെയ്യപ്പം പ്രാവ് കൊത്തി കുളത്തിലിട്ടാണ് പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടപ്പൻ, ശ്രീ കുട്ടപ്പൻ, കാര്യങ്ങൾ പിന്നെയും കുഴഞ്ഞു മറിയുകയാണ്. അയ്യപ്പന്റെ അമ്മ ചുട്ട നെയ്യപ്പം കാക്ക കൊത്തി കടലിലിട്ടു, മുക്കുവ പിള്ളേരത് മുങ്ങിയെടുത്തു, തട്ടാപ്പിള്ളേർ തട്ടിയെടുത്തു. ഇത്രയുമാണ് ഇതുവരെയുള്ള വിവരങ്ങൾ. അതിനിടയിൽ അയ്യപ്പന്റെ അമ്മായി, ഉണ്ണിയപ്പം, പ്രാവ്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? അയ്യപ്പൻ കുട്ടപ്പന്റെ അയൽവാസിയല്ലേ? സംഭവത്തിന് ശേഷം അയ്യപ്പനെ കാണാൻ ശ്രമിച്ചു. എന്താണ് പ്രതികരണം? ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആളത്ര ശരിയല്ലേ? അയ്യപ്പൻ ഇവിടെ ഉണ്ടെന്നാണ് ആളുകൾ പറഞ്ഞു കേൾക്കണത്. ഞാനിതുവരെ കുട്ടപ്പനിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഇന്ദു, ഒപ്പം ഡൽഹി സ്റ്റുഡിയോയിൽ നിന്നും കളകദന്ത നമ്മോടൊപ്പം ചേരുന്നു. ഇന്ദു, അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ട സംഭവത്തിൽ തലസ്ഥാനത്ത് എന്താണ് പ്രതികരണങ്ങൾ? ന്യൂസേഷ്, അയ്യപ്പന്റെ അമ്മ ചുട്ട നെയ്യപ്പം ഒരു കാക്ക കൊത്തിയതിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുകയാണ്. അയ്യപ്പന്റെ അമ്മ ആയതുകൊണ്ട് പ്രശ്നത്തിൽ ശബരിമല ദേവസ്വം ഇടപെടണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. അതേസമയം മുക്കുവ തട്ടാൻ സമുദായക്കാരെ പ്രശ്നത്തിലേക്ക് അനാവശ്യമായി വലിച്ചഴക്കുകയാണെന്നും അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം കടലിലേക്ക് സ്വയം വലിച്ചെറിഞ്ഞതാവാനേ വഴിയുള്ളൂ എന്നുമൊക്കെ വിവിധ വാദങ്ങൾ ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അയ്യപ്പനെയോ അമ്മയെയോ ആരും കണ്ടിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ സംഭവം പൂർണ്ണമായി മാധ്യമ സൃഷ്ടിയാകാനുമുള്ള നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ ഹർത്താൽ ആചരിക്കാൻ ഓൾ കേരള നെയ്യപ്പം ആൻഡ് ഉണ്ണിയപ്പം മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ന്യൂസേഷ്. നന്ദി ഇന്ദു. അയ്യപ്പന്റെ അമ്മ ചുട്ട നെയ്യപ്പം കാക്ക കൊത്തിയതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവ വികാസങ്ങളുടെ തത്സമയ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നെയ്യപ്പം കാക്ക കൊത്തി കടലിലിട്ടു എന്നതായിരുന്നു ആദ്യത്തെ സംഭവം. തുടർന്ന് മുക്കുവ പിള്ളേർ അത് മുങ്ങിയെടുത്തതും തട്ടാപ്പിള്ളേർ തട്ടിയെടുത്തതും ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. അതേസമയം അയ്യപ്പനെയും അമ്മയെയും നമുക്ക് നേരിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു പ്രശ്നമാണ്. എന്തായാലും സംഭവത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് കളകനന്ദ നമ്മോടൊപ്പം ചേരുന്നു. കളകനന്ദ, എന്താണ് വിവരങ്ങൾ? ന്യൂസേഷ്, അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചുട്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ കത്തിപ്പടരുമ്പോൾ ഡൽഹിയിൽ നമ്മോടൊപ്പമുള്ളത് ഇവിടെ 25 വർഷമായി നെയ്യപ്പം ഉണ്ടാക്കി വിൽക്കുന്ന കൊല്ലം സ്വദേശിയായ അയ്യപ്പൻ എന്നാളാണ്. തന്റെ അമ്മയിൽ നിന്നാണ് നെയ്യപ്പം ഉണ്ടാക്കാൻ പഠിച്ചതെന്നാണ് ഈ അയ്യപ്പനും പറയുന്നത്. നമുക്ക് അയ്യപ്പനോട് തന്നെ ചോദിക്കാം. അയ്യപ്പൻ, എന്താണ് നെയ്യപ്പ നിർമ്മാണത്തിലേക്ക് തിരിയാൻ കാരണം? അതോ പിന്നെ, നെയ്യപ്പം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നെയ്യപ്പം തിന്നാൽ 2 ഗുണമാണുള്ളത്. ഒന്ന്, പിന്നെ ഉണ്ണിയപ്പം തിന്നണ്ട. 2, നെയ്യപ്പം തിന്നാത്തതിൻ്റെ സങ്കടവും അങ്ങ് മാറും. ഈ കാരണങ്ങൾ തന്നെയാണ് നെയ്യപ്പ നിർമ്മാണത്തിലേക്ക് ഇറങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത്. അയ്യപ്പന്റെ അമ്മയും നെയ്യപ്പം ഉണ്ടാക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എപ്പോഴെങ്കിലും ഇങ്ങനെ നെയ്യപ്പം കാക്ക കൊത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അയ്യോ കുഞ്ഞെ, ഒരിക്കലുമില്ല. കാക്ക മാത്രമല്ല, കുയിൽ, മയിൽ, ഒട്ടകം, നീർന തുടങ്ങി ഒരു തരത്തിലുള്ള പക്ഷികളും നെയ്യപ്പം കുത്തിക്കൊണ്ടു പോയതായി കേട്ടിട്ടേയില്ല. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ സത്യത്തിൽ അവിശ്വസനീയമാണ് എൻ്റെ കുഞ്ഞെ. നന്ദി കളകനന്ദ. ഒപ്പം അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്ക അത് കൊത്തി കടലിലിട്ടു, മുക്കുവ പിള്ളേര് മുങ്ങിയെടുത്തു, പക്ഷേ തട്ടാ പിള്ളേര് തട്ടിയെടുക്കുകയായിരുന്നു. കൊച്ചി സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ചേരുന്നു പ്രമുഖ കടൽ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ACP അയ്യർ. നമസ്കാരം അയ്യർ. ഈ നെയ്യപ്പം കടലിൽ വീണാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? Look, this is a case of crow picking നെയ്യപ്പം and putting it in the sea. കടലിൽ അനേകം ജീവികളുണ്ട്. പട്ടി, പന്നി, ആന,
കാള അങ്ങനെയുള്ള ജീവികൾ സത്യത്തിൽ മനുഷ്യർ കഴിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ ആശയവിനിമയം മനുഷ്യരുടേത് പോലെ അല്ലാത്തതിനാൽ മൈക്രോവേവ് തരംഗങ്ങളായി ഇവ അന്തരീക്ഷത്തിൽ വലയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. 12 ഡെസിബലിനും 23 ഡെസിബലിനും ഇടയിലുള്ള ഈ ശബ്ദം കൃത്യമായി കേൾക്കാവുന്നത് കാക്കകൾക്കാണ്. അതുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ കേസിലും അയ്യപ്പൻ്റെ അമ്മ ചുട്ട നെയ്യപ്പം കാക്ക കൊത്തി കടലിൽ കൊണ്ടുപോയിട്ടത്. ഇനി കടലിൽ വീണ നെയ്യപ്പത്തിന് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഈ നെയ്യപ്പം എന്ന് പറയുന്നത് ഇസ് എ മിക്സ്ചർ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ് ആൻഡ് എൻ എമൗണ്ട് ഓഫ് ഗീ. കടൽ വെള്ളത്തിൽ വീഴുന്ന നെയ്യപ്പം ഉടനെ തന്നെ ഡീഹൈഡ്രേഷന് വിധേയമായി പാർട്ടിക്കിൾസായി ആറ്റം ലെവലിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഡിസപ്പിയർ ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സയൻറ്റിഫിക്കായ ഒരു കാഴ്ചപ്പാടിൽ കടലിൽ വീണ നെയ്യപ്പം മുക്കോപ്പിള്ളേർ മുങ്ങിയെടുത്തു എന്ന് പറയുന്നത് ഇറ്റ്സ് ടോട്ടലി ബേസ്ലെസ് തിങ്. That cannot be proved actually, നന്ദി ഡോക്ടർ അയ്യർ. അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പം ചുട്ട സംഭവത്തിൻ്റെ ഇതുവരെയുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ്. രാവിലെ 9 മണിക്ക് അയ്യപ്പൻ്റെ അമ്മ തൻ്റെ വീട്ടിൽ നെയ്യപ്പം ചുടുന്നു. 9:05 മരക്കൊമ്പിലിരിക്കുന്ന കാക്ക നെയ്യപ്പം ലക്ഷ്യമാക്കി പറക്കുന്നു. 9:06 കാക്ക നെയ്യപ്പം കൊത്തി പറക്കുന്നു. 9:07 അത് കടലിന് മുകളിലെത്തുന്ന കാക്ക നെയ്യപ്പം താഴേക്കിടുന്നു. തുടർന്ന് നടന്ന സംഭവങ്ങളുടെ കാര്യത്തിൽ അവ്യക്തതയും വിവാദങ്ങളും നടക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പം ചുട്ടത്? എത്ര നെയ്യപ്പം ചുട്ടു? നെയ്യപ്പം കൊത്തി എന്ന് പറയുന്ന കാക്കയും അയ്യപ്പൻ്റെ അമ്മയും തമ്മിൽ എന്താണ് ബന്ധം? തുടങ്ങി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ വലിയൊരു നിര തന്നെ നമുക്ക് മുന്നിലുണ്ട്. ഈ സമയത്ത് കൂടുതൽ ചർച്ചകൾക്കായി നമ്മുടെ വിദഗ്ധ പാനൽ തയ്യാറായി കഴിഞ്ഞു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. അതുവരെ ഈ സംഭവത്തെ പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. SMS അയക്കേണ്ട ഫോർമാറ്റ് അയ്യപ്പ സ്പേസ് അമ്മ സ്പേസ് നെയ്യപ്പ സ്പേസ് എസ് അല്ലെങ്കിൽ നോ. പുതിയ സംഭവ വികാസങ്ങളുമായി ഇതാ ഞങ്ങൾ പുതിയ സ്ക്രീനിലേക്ക് അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു പുതിയൊരു ചാനലിലേക്ക് നിങ്ങളുടെ സംഭവ വികാസങ്ങളുമായി ഞങ്ങൾ കടന്നു പോകുന്നു.